ജനങ്ങളെ, എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം. ഈ വേദിയിൽ ഇവിടെ നിൽക്കുമ്പോൾ ഔദ്യോഗികമായ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് നിൽക്കുക. ഈ ഒരു സംരംഭം തന്നെ ഏറ്റവും നന്മയുള്ളതാണ് എന്ന് കരുതുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതുപോലൊരു തെയ്യം കെട്ട് മഹോത്സവം അല്ലെങ്കിൽ ഒരു ഉത്സവം നടത്തുക. ഒരു പാരമ്പര്യത്തിന്റെ കൂടി ഒരു വിളിയാണ് എന്ന് കരുതുകയാണ്. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു പുതിയ തലമുറ ഏറ്റെടുത്ത് നടത്തുമ്പോൾ ഈ നാടിനോട്, ഇവിടുത്തെ സംസ്കാരത്തോട്, നാനാജാതി മതസ്ഥരോട് കാണിക്കുന്ന വലിയ നന്മയുടെ ഒരു പുറപ്പാട് കൂടിയാണ് എന്ന് കരുതുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങളെ വിളിക്കുകയും അതുപോലെ ഇതിന്റെ ഭാഗമാക്കി ഞങ്ങളെ മാറ്റുകയും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോടും കൂടി സഹകരിച്ച് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. എൻ്റെ ഔദ്യോഗികമായ കടമ ഉദ്ഘാടനം നടത്തുക എന്നുള്ളതാണ്. കുറച്ച് വിത്തിട്ടിട്ടുണ്ട്, അത് മുളയ്ക്കണം എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഉദ്ഘാടനം ചെയ്തു, നിങ്ങളെല്ലാവരും വിത്തിട്ടിട്ടുണ്ട്, അതെല്ലാം മുളച്ച് മനോഹരമായ പച്ചക്കറികളാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്കറിയാം, വേണമെങ്കിൽ പൈസ കൊടുത്ത് പുറം സംസ്ഥാനങ്ങളിൽ നിന്ന് പച്ചക്കറി നമുക്ക് വരുത്താം. പക്ഷേ അതല്ല, നമ്മുടെ മണ്ണിൽ, നമ്മുടെ സംസ്കാരത്തിൽ, നമ്മുടെ പാരമ്പര്യത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ തന്നെ പച്ചക്കറി വിത്തുകളിട്ട് വെള്ളമൊഴിച്ച് പരിപാലിച്ച് ഒരു നല്ല പച്ചക്കറി തോട്ടം രൂപീകരിച്ച് ഒടുവിൽ നമ്മൾ തന്നെ പച്ചക്കറികൾ കൊയ്തെടുക്കുമ്പോൾ, വാക്ക് ശരിയാണെന്നറിയില്ല, കൊയ്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ പറിച്ചെടുക്കുമ്പോൾ അതൊരു നന്മ മാത്രമല്ല, നമ്മുടെ എല്ലാം ഐക്യമുണ്ട്, നമ്മുടെയൊക്കെ സന്തോഷമുണ്ട്, നമ്മുടെ എല്ലാവരുടെ സഹകരണങ്ങളുണ്ട് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ഉത്സവം നടത്തുമ്പോൾ ആ ഉത്സവത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഒരു പക്ഷേ അത് തന്നെയാവണം. ഒത്തൊരുമ, ഒരുമിച്ച് പ്രാർത്ഥിക്കൽ, ഒരുമിച്ച് കൂടൽ, പാരമ്പര്യങ്ങൾ വീണ്ടും സംരക്ഷിക്കൽ, അങ്ങനെ കുറെ ലക്ഷ്യങ്ങൾ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു പച്ചക്കറി നടുമ്പോഴും അതിന്റെ ലക്ഷ്യം അത് തന്നെയാണ് എന്ന് കരുതുകയാണ്. പൈസ കൊടുത്ത് നമ്മൾ പച്ചക്കറി വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ നല്ല പച്ചക്കറി കിട്ടണം നിർബന്ധമില്ല, മായമില്ലാത്ത പച്ചക്കറി കിട്ടണം നിർബന്ധമില്ല, രാസവളങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ പച്ചക്കറി നടുമ്പോൾ ജൈവവളങ്ങളൊക്കെ ഉപയോഗിച്ച് നല്ല പരിപാലന കൊടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുക. അപ്പൊ അതിന്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല, നന്മയാണ്, സത്യമാണ്. നല്ല നന്മയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നല്ല ആശംസകൾ നേരുകയും ചെയ്യുന്നു. താങ്ക് യു. 2025 മാർച്ച് 21, 22, 23 തീയതികളിൽ നടക്കുന്ന പനത്തടി താനത്തിങ്കാൽ വയനാട് കുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന്റെ ഭക്ഷണത്തിനാവശ്യമായ വിഷരഹിത ജൈവ പച്ചക്കറി കൃഷിയുടെ വിത്തിടൽ ഉത്സവം പനത്തടി പാണ്ഡ്യാലക്കാവ് ക്ഷേത്ര പാടശേഖരത്തിൽ പനത്തടി സെന്റ് ജോസഫ് ഫെറോനാസ് ചർച്ച് അസിസ്റ്റന്റ് വികാരി ഫാദർ ആശിഷ് ഹറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ N. ബാലചന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. കള്ളാർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര പ്രസിഡന്റ് H. വിഘ്നേശ്വര ഭട്ട് മുഖ്യാതിഥിയായി സംബന്ധിച്ചു. N. വിൻസെന്റ്, രാധാ സുകുമാരൻ, ചക്രപാണി, മാത്യൂസ്, അബ്ദുള്ള, മനോജ്, VV കുമാരൻ, K. സുകുമാരൻ നായർ, ഗീതാ ഗംഗാധരൻ, മാധവി ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. ജനറൽ കൺവീനർ കൂക്കൽ ബാലകൃഷ്ണൻ സ്വാഗതവും പച്ചക്കറി കൃഷിയുടെ ചെയർമാൻ PP ശശികുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മീഡിയ 14.